ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അടിക്കുമേലെ തിരിച്ചടികളുടെ ദിവസമാണിന്ന് സർക്കാരിന്. ബ്രൂവറിയിൽ കോടതിയിലെ തിരിച്ചടിക്കും ഗർഭിണിയുടെ മുഖത്തടിക്കുന്ന പോലീസുകാരന്റെ ദൃശ്യങ്ങൾക്കും പുറമെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡി കൂടി അന്വേഷണത്തിലേക്ക് എത്തിയ ദിവസമാണിന്ന്. ഹൈക്കോടതി മേൽനോട്ടത്തിലല്ലേ SIT അന്വേഷണമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ ആ ഹൈക്കോടതി തന്നെ പറയുന്നു അന്വേഷണത്തിൽ വിവേചനമുണ്ടെന്ന്. ആ കോടതി തന്നെ ചോദിക്കുന്നു അന്വേഷണത്തിൽ എന്താണ് മെല്ലെപ്പോക്കെന്ന്. തൊട്ടു പിന്നാലെ വരുന്നു 2 അറസ്റ്റുകൾ. ഹൈക്കോടതി ചോദിച്ച വൻതോക്കുകളുടെ അറസ്റ്റിലേക്ക് ഇന്നു തന്നെ എത്തിയത് കോടതിയുടെ വാക്കുകളിൽ പൊള്ളിയാണോ? പോറ്റി സ്വർണം എത്തിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ബാക്കി വന്ന സ്വർണം കട്ടികളാക്കി സൂക്ഷിച്ച ഗോവർദ്ധൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകി വ്യവസായി എന്നിവർ SITക്ക് നൽകിയ മൊഴികളും അറസ്റ്റിൽ നിർണായകമായിട്ടുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മുടന്തിയ SITക്ക് ഇനിയും മേലേക്ക് പോകേണ്ടി വരില്ലേ? ഞാൻ മാത്രമല്ലെന്ന പത്മകുമാർ പറഞ്ഞതിൽ SIT ആരിലേക്കൊക്കെ എത്തും? ദേവസ്വം മന്ത്രിക്കും പങ്കെന്ന് ആവർത്തിച്ച VD സതീശൻ അന്വേഷണം മുടന്തിയതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് ആരോപിക്കുന്നു. വിമർശനമേറ്റ SITയും സമാന്തരമായി കേസെടുത്ത EDയും അന്വേഷണം നടത്തുന്ന ദിവസങ്ങളാകും ഇനി. പാരഡി കേസിൽ U-ടേൺ എടുക്കേണ്ടി വന്ന സർക്കാരിന് സ്വർണ്ണക്കൊള്ളയിൽ പുതിയ പാരഡികൾക്കിരയാകാൻ ഇനിയുമുണ്ട് 3 മാസം. വൻതോക്കുകൾ വലയിലോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്നും ജെക്സി തോമസ് ആണ്, രാജു P. നായർ കോൺഗ്രസിൽ നിന്നും, TK രാജഗോപാൽ നിരീക്ഷകനായി, മഹേഷ് ശില്പി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. അത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ രാജു P. നായർ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിരീക്ഷണം, കാരണം SIT എന്നത് ഹൈക്കോടതി നിരീക്ഷണത്തിലാണല്ലോ. SIT അന്വേഷണത്തിൽ ഒരിടപെടലുമില്ല എന്ന് ഭരണപക്ഷം പറയുമ്പോൾ ഹൈക്കോടതി ഇപ്പോൾ സംശയിക്കുകയാണ് എന്തൊക്കെയോ ഇടപെടലുകളുണ്ടോ എന്ന്. ഇന്നത്തെ കോടതിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് മുരാരി ബാബുവിന്റെ അടക്കം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ്. ജാമ്യം നൽകിയിട്ടുമില്ല. അപ്പോൾ കോടതിയുടെ ഇന്നത്തെ വാചകങ്ങളെ, ഈ കമന്റുകളെ എങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസ്? കോൺഗ്രസ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന ഈ അന്വേഷണത്തിനൊരു മെല്ലെപ്പോക്ക് എന്നുണ്ടായിരുന്ന ആരോപണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ട് SITയെ കൊണ്ട് ഒരു നല്ല രീതിയിൽ പോയിരുന്ന ഒരു അന്വേഷണം ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഈ സ്വിച്ച് ഇട്ട പോലെ നിർത്തുന്നു എന്നുള്ള നിലയിലേക്ക് വന്നത് കോൺഗ്രസ് ചോദ്യം ചെയ്തിരുന്നു. അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. ഇപ്പൊ പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി പത്മകുമാർ നൽകിയ മൊഴി നമ്മളെല്ലാം വാർത്തകളിൽ നിന്ന് അറിഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വരേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ ഇതിനകത്ത് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഡിസംബർ ആദ്യവാരത്തിൽ ഈ നടന്നതിന് ശേഷം പിന്നീട് യാതൊരു അറസ്റ്റിലേക്കും ഒന്നും പോയില്ല. ഇപ്പം ഇന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നു, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് മാത്രമല്ല, അവിടെ 2 കമ്മിറ്റി അംഗങ്ങൾ കൂടി, അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അവരും ഈ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ കൊള്ളയുടെ തുടക്കം മുതൽ ഇങ്ങോട്ടേക്ക് ഹൈക്കോടതിയുടെ ആദ്യത്തെ നിരീക്ഷണം മുതൽ നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഏകദേശം 6, 7, 8 ആണെന്ന് എനിക്ക് തോന്നുന്നു ഇടക്കാല ഉത്തരവുകളെല്ലാം നമുക്ക് വായിച്ചാൽ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഈ CPM-ന്റെയും സർക്കാരിന്റെയും ഉന്നത നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ളയാണെന്നുള്ളത് വളരെ വിശദമായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ കോടതി പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2019 ഈ തട്ടിപ്പ് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അപ്പോൾ 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത് ഈ തട്ടിപ്പ് മറച്ചു വെക്കാൻ ആണെന്നറിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ ഡയറക്ട്ലി ഇംപ്ലിക്കേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് PS പ്രശാന്തിനെ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടില്ല? കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ടില്ല? അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന വൻ തോക്കുകൾ, വൻ സ്രാവുകൾ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഈ പറയുന്ന ബെല്ലാരിയിലെ ഒന്നും അല്ലെങ്കിൽ ഈ സ്മാർട്ട് സൊല്യൂഷൻസിന്റെ ഒന്നും അല്ല, മറിച്ച് ഈ കൊള്ളയ്ക്ക് മുഴുവൻ നയപരമായ തീരുമാനം എടുത്തു കൊടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തിയ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അയ്യപ്പൻ ഹരിവരാസനം ചൊല്ലി കിടന്നുറങ്ങിയ സമയത്ത് കട്ടാമ്പാറയായിട്ട് പോയിട്ട് ഇളക്കിയതല്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും, മറിച്ച് ഈ വിൽഫുൾ ബയർ, കോടതി പറഞ്ഞ വിൽഫുൾ ബയറെ കണ്ടെത്തി കോടികളുടെ കച്ചവടം ഉറപ്പിച്ച് ആ കച്ചവടത്തിന്റെ ഉറപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ആസൂത്രിതമായിട്ട് കൊള്ള നടത്താൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ തിരുത്തലുകൾ വരുത്തി
അവിടെ കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുകയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ അടുത്ത് എത്തിയ ഒരു ഇൻഫർമേഷൻ അത് 500 കോടിയുടെ ഒരു കച്ചവടമായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ, അതിന് വളരെ അടിസ്ഥാനപരമായിട്ട് ഏത് വ്യവസായിയാണെന്ന് പറഞ്ഞു, ആ വ്യവസായിയുടെ മൊഴിയും എടുത്തിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മുഴുവൻ കുഞ്ഞു മീനുകളാണ്, പരൽ മീനുകളാണ്. ഈ പത്മകുമാർ ഉൾപ്പെടെ പരൽ മീനുകളാണ്. പത്മകുമാറിനെ പോലെയോ അല്ലെങ്കിൽ PS പ്രശാന്തിനെ പോലെയോ ഇനി അല്ലെങ്കിൽ N വാസുവിനെ പോലെയുള്ളവർ 500 കോടി രൂപയുടെ അന്താരാഷ്ട്ര ക്ഷേത്ര മോഷണ സംഘത്തിനുമായിട്ട് എന്താ പറയുക ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരുമായിട്ട് ഡീൽ ഉറപ്പിച്ച് ശബരിമലയിൽ കൊള്ള നടത്താൻ പ്രാപ്തിയുള്ളവരാണെന്ന് ഞാനോ സ്മൃതിയോ മറ്റാരെങ്കിലും വിശ്വസിക്കില്ല. അപ്പോൾ അതിനെല്ലാം അപ്പുറത്ത് ഇവരെ നിയന്ത്രിക്കുന്ന ശക്തി, ആ ശക്തിയാണ് ഇതിനകത്തെ പ്രൈം. ആ ശക്തി ഒരുപക്ഷെ ക്ലിഫ് ഹൗസിലാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അതിനുള്ള വഴികളിലേക്ക് പോകാൻ ദേവസ്വം ബോർഡ് കഴിഞ്ഞ് വേണമെങ്കിൽ രാഷ്ട്രീയ പ്രതികരണമായിട്ടും കാണാവുന്നതല്ലേ? കാരണം ഇന്ന് കോടതി പറയുന്ന സംരക്ഷിക്കാൻ നീക്കമുണ്ട് എന്നതിൽ 2 പേരുകൾ കോടതി പറയുന്നുണ്ട്, ശങ്കർദാസും വിജയകുമാറും, അല്ലെ? അപ്പോൾ ഇത് പത്മകുമാറിനും ജാമ്യാപേക്ഷ നൽകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്നും താൻ മാത്രം അറസ്റ്റിലാകുമ്പോൾ അത് ബോർഡിന്റെ കൂട്ടായ തീരുമാനമാണ്. അപ്പോൾ ആ കൂട്ടായ തീരുമാനത്തിൽ ചിലർ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും പേര് പറയുന്നത്. അപ്പോൾ അവരിലേക്ക് എത്തിയാൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ സാധ്യതയുണ്ട് എന്നാണോ കോൺഗ്രസ് സംശയിക്കുന്നത്? ഇപ്പോൾ വൻ സ്രാവുകൾ എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല നൽകിയിരിക്കുന്ന വിവരങ്ങൾ, SITക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു വ്യവസായി നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അതൊക്കെ ഈ രാജ്യാന്തര കച്ചവടത്തിന്റെ വിവരങ്ങളാണല്ലോ, അങ്ങനെ കിട്ടിയ വിവരങ്ങളാണല്ലോ, അത് സർക്കാരിലേക്ക് എത്തുന്ന വിവരങ്ങളല്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അന്വേഷണത്തെ ഇടയ്ക്ക് നിർത്തിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ദേവസ്വം മന്ത്രിയെയും പറയുന്നു. അത് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക? നിങ്ങൾക്ക് അതിൽ കൃത്യമായി എന്ത് ആരോപണമാണ് ഉന്നയിക്കാനാവുന്നത്? സ്മൃതി, കോടതിക്ക് പറയാൻ കഴിയുന്നതിന്റെ പരമാവധി ഒരുപക്ഷെ അല്പം മുന്നോട്ട് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തിട്ട് ഈ ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കോടതി ഈ പറയുന്ന ഉത്തരവുകൾ, ഇടക്കാല ഉത്തരവുകളുടെ എല്ലാം സംശയത്തിനതീതമായിട്ട് ഇതിനകത്ത് വലിയ രീതിയിലുള്ള കൊള്ള നടക്കുന്നു എന്നുള്ളത് പറയുകയും അതിനകത്ത് 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഡയറക്ട്ലി ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉത്തരവിലായിട്ട് വന്നു. N വാസു, പത്മകുമാർ, അതുപോലെ തന്നെ PS പ്രശാന്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2019 മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത് എന്ന് പറഞ്ഞാൽ അത് കോടതി വളരെ വ്യക്തമായിട്ട് 2019 മുതൽ 2025 വരെയുള്ള എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഇതിനകത്ത് സംശയത്തിന് നിലയിലല്ല ഇംപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അല്ലെങ്കിൽ പത്മകുമാറിന്റെയും മൊഴികൾ നമ്മൾ അറിഞ്ഞെടുത്തുവെന്ന് പത്മകുമാർ വളരെ കൃത്യമായിട്ട് കടകംപള്ളി സുരേന്ദ്രനാണ് ഇത് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടല്ലോ. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന നിലയിലേക്ക് വന്നാൽ ഈ പറയുന്ന 500 കോടി രൂപയുടെ മേലെ അന്താരാഷ്ട്ര സംഘങ്ങളുമായിട്ട് ഡീൽ ഉണ്ടാക്കേണ്ടി വന്നാൽ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 2 CPMന്റെ മന്ത്രിമാരും ഇതിനകത്ത് പങ്കായിട്ട് വന്നാൽ സ്മൃതിയുടെ സാമാന്യ രാഷ്ട്രീയ ബോധ്യത്തിന് അത് CPM അറിഞ്ഞുകൊണ്ടല്ല എന്ന് സമർത്ഥിക്കാൻ പറ്റുമോ? സ്മൃതിയുടെ നമ്മളൊക്കെ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാലോ. കേരളത്തിനകത്ത് CPM ഭരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ CPMന്റെ നേതൃത്വം അറിയാതെ അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റുമോ? ഞാൻ സ്മൃതിയെ വേണേ കൊണ്ടേ കാണിച്ചു തരാം. ഇന്റർവ്യൂ ലിസ്റ്റുകൾ ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് നടത്തുന്ന അപ്പോയിന്റ്മെന്റ് വേണേ ഞാൻ കാണിച്ചു തരാം. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കോ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർക്കോ പാർട്ടി തീരുമാനമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? അപ്പൊ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും 2 മന്ത്രിമാർക്കും ഇതിനകത്ത് ഈ കൊള്ളയിൽ പങ്കാളിയാവണമെന്ന് വെച്ചാൽ ആ പങ്കാളിത്തത്തെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും എന്ന് സ്മൃതിക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ? എല്ലാം ഇനി കോടതി തന്നെ രാഷ്ട്രീയം കൂടി പറയണം അങ്ങ് ശടിക്കരുത്. പക്ഷെ ആ രാഷ്ട്രീയ ആരോപണത്തിന് അടിത്തറയേകുന്ന എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ അതാണ് കോടതിയുടെ ചോദ്യത്തിൽ അതുണ്ട് എന്നുള്ളതാണ്. ജയിക്കുന്ന നിങ്ങൾ എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം SIT അന്വേഷണം അതൊരു സ്വതന്ത്രമായ സംവിധാനമാണല്ലോ, സർക്കാരിന് അതിൽ എന്ത് കാര്യം, അത് ഹൈക്കോടതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണമാണെന്ന്. അതേ ഹൈക്കോടതി പറയുകയാണ് ഡിസംബർ 8 ശേഷം SIT മുടങ്ങുകയാണെന്ന്. എന്താണ് നിങ്ങൾ ഡിസംബർ 5 ശേഷം ചെയ്തത്, ആലസ്യത്തിലായത് എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യത്തിന് ശേഷം ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് ആശ്ചര്യകരമെന്നാണ് കോടതി പറയുന്നത്. വിവേചനമില്ലാത്ത അന്വേഷണം പൂർത്തിയാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയാണ്. ഒരു കാരണവശാലും കുറ്റവാളികളെ വേർതിരിച്ച് കാണരുത് എന്ന് പറയുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം ജയ്ക്ക്? നിങ്ങൾ മനസ്സിലാക്കുന്ന അർത്ഥം എന്താണ്?
തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗം എത്തിയപ്പോഴാണ് ആ ചോദ്യം കൂടുതൽ അർത്ഥസമ്പൂർണമായി മാറിയത്. അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്ന അർത്ഥം എന്താണെന്നുള്ളത്. ഞാനിപ്പോ കോടതിയുടെ ഈ പരാമർശത്തെ സംബന്ധിച്ച് നേരിട്ട് വിധി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന വരി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് സുചിന്തിതമായ സുവ്യക്തമായ ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ, ചില കൗതുകങ്ങൾ ഇന്നത്തെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിന്റെ ഇത്തരം പ്രതികരണങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ രൂപീകരണവും അതിന് കോടതിയുടെ മേൽനോട്ടവും അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തലുകൾക്ക് കോടതി നൽകിയ അംഗീകാരവും ഒക്കെ ഇതേപോലെ തന്നെ വിവിധ മൊഴിപ്പകർപ്പുകളായി പ്രതികരണങ്ങളായി നമ്മളുടെ മുമ്പിലുണ്ട്. ആ കോടതിയുടെ പ്രതികരണങ്ങളെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലായ്പ്പോഴും SITയുടെ അന്വേഷണം സമ്പൂർണ്ണമാംവിധം ഫലപ്രദമാണ്, ആ ഫലപ്രദമായ അന്വേഷണ രീതിയെ, അതിന്റെ മുന്നേറ്റത്തെ കോടതി തന്നെ അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശ്ലാഘിക്കുമാർ സ്വഭാവത്തോടു കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയെ കൂടിയിട്ട് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രതികരണം എന്ന നിലയിലല്ല. SITയുടെ അന്വേഷണത്തോട് കോടതി നമ്മളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം നടത്തിയ പ്രതികരണങ്ങൾ വഴിയാണ്. ഇന്നിപ്പോൾ അതിൽ നിന്ന് ഘടകവിരുദ്ധമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചില ആളുകളുടെ പേര് പരാമർശിച്ചുകൊണ്ട് അങ്ങ് തന്നെ സൂചിപ്പിച്ച ഈ വിജയകുമാർ, അതേപോലെ തന്നെ ശങ്കർദാസ്, ഇത്തരത്തിലുള്ള ആളുകളുടെ പേര് പരാമർശിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇവരുടെ അറസ്റ്റിന് വൈകുന്നു എന്നതിനെ സംബന്ധിച്ചും പിന്നെ അന്വേഷണം മന്ദഗതിയിലാണോ എന്നുള്ള സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ കോടതിയുടെ പരാമർശമായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു SITയുടെ അന്വേഷണത്തെ സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ച് ഇന്ന് കോടതി ചേർന്നിരുന്നില്ല. ഇന്ന് ഈ കേസിനെ സംബന്ധിച്ച് പുതുതായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്ന് SITയുടെ അന്വേഷണത്തോടും അല്ലെങ്കിൽ ആ അന്വേഷണത്തോട് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന മെല്ലപ്പോക്കിനെ സംബന്ധിച്ചും SIT അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആദിമധ്യാന്തം ഇപ്പോൾ വരെ നമ്മളുടെ മുമ്പിൽ അതിന് നേതൃത്വം നൽകുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഇതിനെ സംബന്ധിച്ച് അതൃപ്തി അല്ലെങ്കിൽ ഇതെന്തെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി ഇതുവരെ എന്റെയോ ഞാൻ മനസ്സിലാക്കുന്നു ഈ നിയമവ്യവഹാരത്തെ അന്വേഷണം ഫലപ്രദമല്ല എന്നാണ് കോടതിയുടെ ഇന്നത്തെ വിലയിരുത്തൽ. അന്വേഷണം ഫലപ്രദമല്ല എന്ന വാചകത്തെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് അങ്ങ് മനസ്സിലാക്കുന്നത് എന്താണ്? SITയുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് തന്നെയാണോ ഇന്ന് ആ പരാമർശം നടത്തിയിട്ടുള്ളത്? അതോ ഈ തരം ആളുകളുടെ ജാമ്യാപേക്ഷ പരിശോധിച്ച മറ്റൊരു ബെഞ്ചിന്റെ പരാമർശമാണോ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്? എന്റെ മുമ്പിൽ ലഭിച്ച ലഭ്യമായ ലീഗൽ ഡോക്യുമെന്റുകളിൽ ഞാൻ മനസ്സിലാക്കുന്നു പേജ് നമ്പർ 5. അല്ല, ഹൈക്കോടതിയിലെ ഒരു ബെഞ്ചിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ മാത്രമേ ഞങ്ങൾ വിലക്കെടുക്കൂ, ബാക്കിയുള്ള പരാമർശങ്ങൾ വേറെ എവിടുന്നോ വരുന്ന പരാമർശങ്ങൾ അതിന് അത്ര വില കൊടുക്കേണ്ടതില്ല എന്നതാണോ അങ്ങ് പറയുന്നതിന്റെ അർത്ഥം? ഇപ്പോൾ അന്വേഷണത്തിൽ സംശയമുണ്ട് എന്ന് ഹൈക്കോടതി പറയുകയാണ്. അങ്ങിപ്പോൾ ഇത് പറയുമ്പോൾ അപ്പുറത്ത് ED അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ED അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വരുന്നു. EDക്ക് എല്ലാ രേഖകളും കൊടുക്കൂ എന്ന് കീഴ്ക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 അന്വേഷണം സമാന്തരമായി പോകുന്ന ദിവസം കൂടിയാണ്. തീർച്ചയായിട്ടും ED അന്വേഷണത്തെ സംബന്ധിച്ചുള്ള അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അങ്ങ് ചോദിച്ചു, എന്റെ പ്രതികരണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അങ്ങ് ചോദിച്ചു, അത് ശരി, അപ്പൊ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് അന്വേഷണ സംഘത്തെ കുറിച്ച് പറയുന്നത് മാത്രമേ നിങ്ങൾ സ്വീകരിക്കുകയുള്ളൂ, ഈ കേസിലെ പ്രതികളുടെ മറ്റൊരു ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് മറ്റൊരു ബെഞ്ച് പറഞ്ഞ ഈ പ്രതികരണങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുകയില്ലേ? അങ്ങനെയല്ല ഞങ്ങളുടെ നിലപാട്. അതായത് ഈ കേസിലെ പ്രധാന അമ്പലം വിഴുങ്ങിയായിട്ടുള്ള പോറ്റിയെ 10 ജൻപതിലും സോണിയാഗാന്ധിയുടെ കയ്യിൽ മറ്റു ചില സാധനങ്ങൾ കെട്ടിക്കൊടുക്കാനും അടൂർ പ്രകാശ് മുതൽ ആന്റോ ആന്റണി വരെ കൊണ്ടു നടന്നപ്പോൾ അത് മാത്രം മോശം, ഈ സംഘത്തിന്റെ സമയത്തുണ്ടായത് മാത്രമല്ല നല്ലത്, അങ്ങനെയുള്ള അഭിപ്രായമില്ല. അത് 10 ജൻപതിൽ പോയി സോണിയാഗാന്ധിയെ കണ്ട് കൊള്ള നടത്തിയാലും അതോടൊപ്പം തന്നെ അതിനുശേഷം മറ്റേതെങ്കിലും അങ്ങ് UDFന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഏറ്റെടുക്കുന്നുവോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് ഏറ്റെടുക്കാൻ പറ്റിയ പര്യാപ്തമായ ആളുകൾ ഈ പാനലിൽ ഇരിക്കുന്നത്. അല്ല, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചാർത്തി തരാം, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ചോദ്യത്തിന് ഉത്തരം തന്ന വലിയ ഉപകാരം. തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അക്കമിട്ട് പറഞ്ഞല്ലോ. ED അന്വേഷണം, ഈ രണ്ടാമത് ഇന്ന് പ്രതികരണം നടത്തിയ ബെഞ്ചിനോടുള്ള ഞങ്ങളുടെ സമീപനം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് ചോദിക്കുന്നു കടകംപള്ളിയുമായി നിൽക്കുന്ന ചിത്രമോ എന്നുള്ളത്. അത് ചോദിക്കാൻ അല്പം കൂടെ ആധികാരികതയുള്ളയാൾ നമ്മുടെ പാനലിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതപ്പെടുന്നത്. അദ്ദേഹത്തിന് വലിപ്പം പോരാ എന്നുള്ളത് കൊണ്ടാണോ അങ്ങ് ചോദിച്ചത്? എനിക്കറിയില്ല. അങ്ങയുടെ ജയ്ക്ക് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഈ സർക്കാരിനെതിരെയാണ് വന്നിരിക്കുന്നത്. സർക്കാരിന്റെ SIT അന്വേഷണത്തെയാണ് കോടതി വിമർശിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണ സംഘം അങ്ങനെ സ്വതന്ത്രമായി
ആകാത്ത വിധത്തിലാണോ എന്ന് കോടതി സംശയം പ്രകടിപ്പിക്കുന്ന ദിവസമാണ്. അങ്ങേക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ഈ ഘട്ടത്തിൽ കരുതുന്നത്? ഈ ആരോപണങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞ ശേഷം പോരെ? അയ്യോ, അങ്ങനെ കാര്യമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും സവിനയം അങ്ങയോട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങ് ചോദിച്ച പ്രസക്തമായ എന്റെ മറുപടിയെ തുടർന്ന് അങ്ങ് ചോദിച്ച പ്രസക്തമായ 3 ചോദ്യങ്ങൾക്കും അക്കമിട്ടുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഞാൻ രാഷ്ട്രീയ ആരോപണത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങ് എന്റെ ഈ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് SITക്ക് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അല്ല ഇന്ന് ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്. മറ്റൊരു ബെയിലിൽ താൽക്കാലികമായി വിധി പറഞ്ഞ ഒരു പുതിയ ഹൈക്കോടതി ബെഞ്ചാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത് എന്ന് എന്റെ അഭിപ്രായം കേട്ടപ്പോൾ പറയുകയാണ്. ഒരു ബെഞ്ച് പറയുന്നത് നല്ലതും മറ്റൊരു ബെഞ്ച് പറയുന്നത് മോശവും. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ആശ്വാസകരമായ കാര്യമാണോ? അപ്പോൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന് മറുപടി പറയുകയല്ലേ. അങ്ങ് എന്തിനാണ് ഇത്ര അസഹിഷ്ണുതയുള്ളതായി മാറുന്നത്? ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ വളരെ സമാധാനത്തോടു കൂടെ ഇല്ലെങ്കിൽ അത്രയും നല്ലത്. ഞാൻ വളരെ സമാധാനത്തോടു കൂടെ അങ്ങയുടെ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് വന്നത്. അപ്പോൾ ഒരു ബെഞ്ച് മോശം മറ്റേ ബെഞ്ച് നല്ലതെന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റി കയറിയത് നല്ലതും അപ്പുറത്തെ സ്ഥലത്ത് പോറ്റി കയറിയത് മോശവും എന്നുള്ള കോൺഗ്രസ് സമീപനം ഞങ്ങൾക്കില്ല. കുമാര സഹോദരന്മാർ ശബരിമലയിൽ നിന്ന് 1.5 കോടി കട്ടത് മോശവും ഈ സമയത്ത് പോറ്റ് ചെയ്തത് നല്ലതും അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. രണ്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഈ ഹൈക്കോടതി പരാമർശത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ നിയമത്തിൽ അതിപാണ്ഡിത്യമുള്ള ഒരാളല്ല. പക്ഷെ പരിമിതികളോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നു SIT മേൽനോട്ടത്തിന് നേതൃത്വം നൽകുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് ബെഞ്ച് ഈ അന്വേഷണ സംഘത്തെ ആകെ നിരീക്ഷിച്ചുകൊണ്ടും കണ്ടെത്തലുകളോട് സമയക്രമം പാലിച്ച് പ്രതികരിച്ചുകൊണ്ടും അവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ആ കേസിൽ ഒരു ബെഞ്ചിന്റെ മേൽനോട്ടത്തിന് കീഴിലുള്ള കേസിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് മറ്റൊരു ബെഞ്ച് വിധിപ്രസ്താവത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് അനുചിതമാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പാണ്ഡിത്യമുള്ളവരുടെ പ്രതികരണങ്ങൾ. പാണ്ഡിത്യമുള്ളവരുടെ തീരുമാനം അനുസരിച്ചായിരുന്നോ നേരത്തെ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുത്തിരുന്നത്? പാരഡി ഗാനം വല്ലാതെ രീതിയിൽ മതനിന്ദയാണ്, മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന നിലപാട് ഇന്ന് വേണ്ടെന്ന് വെച്ചല്ലോ. അങ്ങ് ഈ കാര്യത്തിൽ വീണ്ടും എനിക്കൊരു സംശയം തോന്നുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല എന്ന് അങ്ങേക്ക് തോന്നുന്നതുകൊണ്ടാണോ അങ്ങ് ഇത് പറയുമ്പോൾ നേരെ ഉത്തരത്തിന് പകരം പരിഹാസം എന്നുള്ള നിങ്ങളുടെ രീതി എത്രത്തോളം തിരിച്ചടിയായിട്ടുണ്ട് എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഞാൻ അടുത്ത പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ ടി കെ രാജഗോപാൽ, പിന്നെ കണ്ടുനോക്കിയാൽ മതി. പരിഹാസമാണോ മറുപടിയാണോ വന്നത്? ഇത്രയും വൈകിയത് എന്താ? ഈ അന്വേഷണം ഡിസംബർ 8-ന് ശേഷം എന്തുകൊണ്ട് വൈകിയെന്ന കോടതിയുടെ ചോദ്യം ഉത്തരത്തിന് അർഹമല്ലാത്ത ചോദ്യമാണ് എന്ന് അങ്ങ് കരുതുന്നെങ്കിൽ ഉത്തരത്തിന് അർഹമല്ലാത്ത ചോദ്യമാണ് എന്ന് അങ്ങ് കരുതുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ശരി, അത് ചോദിക്കുന്നു ആരുടെ വാദമാണ് പരിഹാസ്യം? അല്ലെ, അത് തന്നെ ആവർത്തിക്കണ്ടല്ലോ. ഏതായാലും കോടതി നിന്ന് ഹൈക്കോടതി നിന്ന് പരാമർശം ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഡിസംബർ 8-ന് ശേഷം അന്വേഷണം മുടങ്ങുകയാണ് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഇതുവരെ മേലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. മേൽനോട്ടം വഹിക്കുന്ന കോടതി പറഞ്ഞിട്ടില്ല. അങ്ങ് വിധിപ്പകർപ്പെടുത്ത് വായിച്ചു നോക്കാം. ഈ SITക്ക് മേൽനോട്ടം വഹിക്കുന്ന കോടതി ഇതിനെ സംബന്ധിച്ച് ഒരു വാക്കൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതി പല ഡിവിഷൻ ബെഞ്ചും ഉണ്ട്. SITക്ക് മേൽനോട്ടം ആരാണ്? SITക്ക് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് വല്ലതും പറഞ്ഞോ? അതോടെ പറ. അതിനർത്ഥം എന്താണ്? SITക്ക് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് വല്ലതും പറഞ്ഞോ? ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ഡിവിഷൻ ബെഞ്ച് വല്ലതും പറഞ്ഞോ? ബെഞ്ച് പറഞ്ഞാലേ കാര്യമുള്ളൂ, വേറെ എന്ത് ബെഞ്ച് പറഞ്ഞാലും കാര്യമില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നതാണോ? അങ്ങനെ പറഞ്ഞാൽ മതി. നിയോഗിച്ചതല്ല, അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച്. അങ്ങനെ വേണം പറയാൻ. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ബെഞ്ച് അങ്ങനെ വേണം പറയാൻ. എന്തായാലും ഡിസംബർ 8-ന് ശേഷം എന്താണ് മുടങ്ങിയതിന് ഉത്തരം പറയൂ. അന്വേഷണം മുടങ്ങിയതിന് ഉത്തരം പറയൂ. അതിനുശേഷം എന്താണ് അനങ്ങാതിരുന്നത്? ഇത്രയും ദിവസം എന്താണ് അന്വേഷണം മുടങ്ങിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട. അന്വേഷണം മുടന്തിയോ അതോ വേഗത്തിൽ ഓടിയോ, അന്വേഷണം ക്രമത്തിലാണോ അതോ തെറ്റായ നിലയിലാണോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിനാണ്. അവര് പറയട്ടെ. അന്നേരം ഞങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള എന്റെ പ്രതികരണം ഞാൻ അന്നേരം പറയാം. ശരി, അപ്പോൾ അത് ശരി, ദേവസ്വം ബെഞ്ച് പറഞ്ഞാലേ ഉള്ളൂ മറുപടി. അതാണ് ഇന്നത്തെ മറുപടി. ശരി, ശ്രീ ടി കെ രാജഗോപാൽ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന അതിരൂക്ഷ വിമർശനങ്ങൾ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ്. നമുക്കറിയാം ഏത് ഘട്ടത്തിലാണ്. പത്മകുമാറിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങിയത്. അതും ഈ പറഞ്ഞ മുകളിലേക്ക് പോകും എന്നുള്ള സൂചനകൾ കിട്ടിയിട്ട് മുകളിലേക്ക് പോകാത്ത ദിവസം. ഇന്നിപ്പോൾ ഇതാ ED അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന സമയമായപ്പോഴേക്കും ഇതാ രാജ്യാന്തര അറസ്റ്റിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഭണ്ഡാരി അറസ്റ്റ് ചെയ്യുന്നു,
അടുത്ത ആളെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രൂപത്തിൽ 2 അറസ്റ്റ് നടക്കുകയാണ്. എന്താണ് അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ? ഈ അന്വേഷണം SIT സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലായിട്ടുണ്ടോ? അങ്ങനെയാണെന്ന് തോന്നുന്നില്ല സ്മൃതി. കാരണം എന്ന് പറഞ്ഞാൽ SIT കാത്തിരുന്നത് എനിക്ക് തോന്നുന്നത് ഫോറൻസിക് റിപ്പോർട്ടാണെന്ന് തോന്നുന്നു. BSSയിൽ നടത്തിയ ഫോറൻസിക് പരിശോധന, ശബരിമല സന്നിധാനത്തു നിന്ന് കൊണ്ടുപോയിട്ടുള്ള വാതിൽപ്പാളികള്, കട്ടളപ്പടി, അതേപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങള്, താങ്ങുപീഠങ്ങള്, അതുപോലെ അവിടുന്ന് അനുബന്ധമായിട്ട് ഇവരെന്തെല്ലാം അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ ഇതിന്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് സന്നിധാനത്തു നിന്ന് നട തുറക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം ശേഖരിച്ചിട്ടുണ്ട്. ആ സാമ്പിളുകളുടെ പരിശോധനയ്ക്കാണ് BSSയിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ ഈ സ്വർണത്തിന്റെ മാറ്റ് പരിശോധിക്കുന്നതിന് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ശബരിമല ശ്രീകോവിലിന്റെ വടക്കു പടിഞ്ഞാറേ ഭാഗത്തായാണെന്ന് തോന്നുന്നു. വടക്കു പടിഞ്ഞാറേ ഭാഗത്തു നിന്ന് ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോകാത്തൊരു തൂണുണ്ട്. ആ തൂണിന്റെ സാമ്പിളും അവരെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആ ഫോറൻസിക് പരിശോധനയിൽ നിന്ന് ഇതിന്റെ മാറ്റ് അവർക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അറിയാൻ പറ്റും. BSSയിലെ പരിശോധന കിട്ടിക്കാണും. ആ പരിശോധനാ റിപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവരെ രണ്ടുപേരും, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ ഗോവർദ്ധനും, ഇവരെ 2-3 ദിവസമായിട്ട് ഇവരുടെ കസ്റ്റഡിയിലുണ്ട്. 3-4 ദിവസമായിട്ട് കസ്റ്റഡിയിലുണ്ട്. എനിക്ക് തോന്നുന്നത് പങ്കജ് ഭണ്ഡാരിയെ മിനിഞ്ഞാന്ന് തന്നെ അറസ്റ്റ് ചെയ്തേനെ, മിനിഞ്ഞാന്നോ അതിന് തൊട്ട് മുമ്പ് ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തേനെ അദ്ദേഹത്തെ വിശദമായിട്ട് ചോദ്യം ചെയ്തിരുന്നു. അയാളുടെ മൊഴിയിലാണ് ഏറ്റവും കൂടുതൽ വൈരുദ്ധ്യങ്ങൾ വന്നിരിക്കുന്നത്. മറ്റേ ബെല്ലാരി ആള് അത് വാങ്ങിച്ചു എന്നുള്ളതാണ്, അതാണ് അയാളുടെ പേരിലുള്ള കുറ്റം. പക്ഷേ ശബരിമല സ്വർണ്ണമാണെന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണല്ലോ. കളവാണ് പറയുന്നത്. ശബരിമല സ്വർണ്ണം എന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ്. തീർച്ചയായും അത് ശരിയാണ് സ്മൃതി, അത് സത്യമല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിൽ 100 പവനേ ഉള്ളൂ. നമ്മുടെ കണക്കുകൾ പ്രകാരം 100 പവൻ സ്വർണ്ണമേ ഉള്ളൂ. അവിടെ 100 പവൻ സ്വർണം മോഷ്ടിക്കുന്നതിന് അവർക്ക് ശബരിമല വരേണ്ട കാര്യമുണ്ടോ? ഇവർക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി മോഷ്ടിച്ചാൽ പോരായോ? അത് മതിയായിരുന്നു. പക്ഷെ ശബരിമലയിലെ സ്വർണമാണ്. അതാണ് സ്മൃതി പറഞ്ഞ വാക്ക്, വളരെ കറക്റ്റാണ്. ശബരിമലയിലെ സ്വർണമാണ്. അതിന് സ്വർണത്തിന്റെ വിലയല്ല, അതിന്റെ മൂല്യത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആസൂത്രിതമായ രീതിയിൽ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഭണ്ഡാരി എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് ചെമ്പ് മാത്രം പണിയാനുള്ള ശേഷിയേ ഉള്ളൂ, സ്വർണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റാൻ കഴിയത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ വളരെ കൃത്യമായിട്ട് SIT അത് പൊളിച്ചു കൊടുത്തില്ലേ? അവരുടെ വിദഗ്ധ സംഘം അവിടെ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാ റെക്കോർഡ്സും അവർ പിടിച്ചെടുത്തു എന്നാണ് ഇന്ന് വാർത്തകൾ വരുന്നത്. എല്ലാ റെക്കോർഡുകളും പിടിച്ചെടുത്ത ശേഷമാണ് പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്തത്. 3 ദിവസം മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ വിട്ടതിന്റെ കാരണം എനിക്ക് തോന്നുന്നു അയാളുടെ മകളുടെ കല്യാണമോ അങ്ങനെ എന്തോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ടാണ് അയാളെ വിട്ടയച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തേനെ. അപ്പൊ അതുകൊണ്ട് അന്വേഷണം കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഈ പറയുന്നത് പോലെയാണ് ഈ ഇവരുടെ റിപ്പോർട്ടാണ് ഈ SIT BSSയിൽ പരിശോധിച്ച റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരുന്നതായിരിക്കാം. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നുന്നത് EDയുടെ അന്വേഷണം ഇതിനോടുകൂടി സമാന്തരമായിട്ട് കയറി വന്നു. ആദ്യം കൊല്ലം വിജിലൻസ് കോടതിയിൽ, അതും ദേവസ്വം ബെഞ്ചാണ്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് അനുമതി കൊടുക്കുന്നത്. ദേവസ്വം ബെഞ്ചിന്റെ അനുമതി കിട്ടിയത് ശേഷമാണ് ഇന്നിപ്പോ കൊല്ലം വിജിലൻസ് കോടതി അവരോട് അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഇവർക്ക് അതിന്റെ FIRന്റെയും അതേപോലെ ഒരു മൊഴിപ്പകർപ്പുകൾ, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. FIRൽ ഉപരിയായിട്ട് മൊഴിപ്പകർപ്പുകൾ ഇന്ന് അവർക്ക് കിട്ടുകയാണ്, EDക്ക് കിട്ടുകയാണ്. അവരിനിയും വളരെ ചടുലമായ അന്വേഷണം നടക്കും. അവർ കേസ് സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ പെട്ടെന്ന് അത് നോക്കിയിട്ട് പരിശോധിച്ച ശേഷം അന്വേഷണങ്ങളും അറസ്റ്റുകളിലേക്കൊക്കെ പോകും. EDക്ക് ഒരു രാഷ്ട്രീയ താല്പര്യവും പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ലെന്നാണ് ഒരു അന്വേഷണ ഏജൻസി എന്ന് മട്ടിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. രാഷ്ട്രീയ വിമർശനങ്ങൾ വേറെ EDയെ കുറിച്ചൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പത്മകുമാറിന്റെ മൊഴി എന്താണെന്നുള്ളത് ഇതുവരെ നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയുടെ മുമ്പാകെയാണ് രഹസ്യ സ്വഭാവമുള്ള മൊഴി, അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. പക്ഷെ EDയിലേക്ക് അത് വരുമ്പോൾ നമുക്കറിയാം അവരെങ്ങോട്ടൊക്കെ നീങ്ങാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ വേഗത്തില് അന്വേഷണം പോകും. അതിന് അത്തരം കാര്യത്തിൽ സംശയം ഉണ്ടോന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 2 കൂട്ടരും അന്വേഷണം നടത്തുമ്പോൾ അല്ല, EDയുടെ അന്വേഷണത്തെ എതിർക്കുകയാണല്ലോ SIT ചെയ്തത്. EDക്ക് വിവരങ്ങൾ കൈമാറാനാകില്ല എന്നാണ് SIT പറഞ്ഞത്. പക്ഷെ അത് കോടതി തള്ളുകയായിരുന്നല്ലോ. അപ്പോൾ 2 അന്വേഷണങ്ങൾ സമാന്തരമായി നടക്കുമ്പോൾ ഒരു അന്വേഷണ സംവിധാനം കണ്ടെത്തുന്ന വിവരങ്ങളെ പൂർണ്ണമായും ഖണ്ഡിച്ചുകൊണ്ട് മറ്റേ സംവിധാനം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അവിടെ 2 തരത്തിലുള്ള അന്വേഷണങ്ങളാണ് വരുന്നത്. ED അന്വേഷിക്കുന്നത് കള്ളപ്പണമാണ്. ഇതിനകത്തിലെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ ആ വിഷയങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. അതാണ് മുമ്പേ രാജു പി നായർ ചൂണ്ടിക്കാണിച്ചതുപോലെ രമേശ് ചെന്നിത്തല പറഞ്ഞത് 500 കോടിയുടെ ശബരിമലയിൽ നിന്ന് പോകുന്ന സ്വർണത്തിന്റെ വില നമുക്കറിയാമല്ലോ. അത് എത്ര കോടിയുണ്ട്, അതിന് രാജ്യാന്തര സ്വഭാവം വരുന്നുണ്ടോ, എത്ര രൂപയുടെ എത്ര കോടിയുടെ കച്ചവടമാണ് നടത്തിയിരിക്കുന്നത്, അതൊക്കെ ആ വശത്തിലാണ് ED അന്വേഷിക്കുന്നത്. ഇവരങ്ങനല്ലോ, കേരള പോലീസിന്റെ SITയുടെ അന്വേഷണം വേറെ തരത്തിലാണ് വരുന്നത്. മുമ്പേ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടൊരു സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ് വന്നത്, സിംഗിൾ ബെഞ്ചിന്റെ പരാമർശമാണ് വന്നത്. സിംഗിൾ ബെഞ്ച് പരാമർശിച്ചത്
പത്മകുമാറും വാസു എന്താണ് കോടതി വാദിച്ചത്? അവരുടെ ജാമ്യാപേക്ഷയിൽ അവർ വാദിച്ചത് ഇത് ചെമ്പാണ്, ഞങ്ങൾ എഴുതിയൊക്കെ ശരിയാണ്, ഇത് ചെമ്പുപാളികളായിരുന്നു എന്നാണ് അവരുടെ വാദം വരുന്നത്. അല്ലെങ്കിൽ തെളിയിക്കുന്നതിന് രേഖയുണ്ടോ, ദേവസ്വം ബോർഡിന്റെയിലോ സർക്കാരിന്റെയിലോ രേഖയുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അത് സംശയത്തിന്റെ ഒരു നില ഉണ്ടാക്കിയിരുന്നു. അവരുടെ വക്കീൽ അത്തരത്തിലൊരു വാദം നിരത്തി കഴിഞ്ഞപ്പോൾ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ രേഖയുണ്ട്. രേഖകളൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സർക്കാരിന്റെ കയ്യിലും, ഇതൊന്നും അല്ലെങ്കിൽ UB ഗ്രൂപ്പിന്റെ ഉണ്ട്. അവർ കൊടുത്തിരിക്കുന്ന സ്വർണത്തിന്റെ കൃത്യമായ കണക്കുകൾ എവിടെയൊക്കെ എത്രയുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് രേഖയുണ്ടായിരുന്നു. പക്ഷെ ആ വാദം ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഇന്ന് ഹൈക്കോടതി പൊളിച്ചു കളഞ്ഞില്ലേ? ഹൈക്കോടതി ബെഞ്ച് എന്താണ്, രണ്ടുപേരുടെയും ജാമ്യം തള്ളി. രണ്ടുപേരുടെയും ജാമ്യം തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുവിന്റെയും പത്മകുമാറിന്റെയും ഇത് ചെമ്പാണെന്നുള്ള വാദം നിലനിൽക്കുകയില്ല. അതല്ലേ എന്റെ തെളിവായിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് അന്വേഷണങ്ങൾ കൃത്യമാണ്, അവരുടെ ട്രാക്ക് സംബന്ധിച്ച് വളരെ കൃത്യമാണ്. പിന്നെ ഇതിനകത്തില് ഇവര് 8ാം പ്രതിസ്ഥാനത്താണ് ഈ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെ ചേർത്തിരിക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളെ 17 മുതൽ 19 വരെയുള്ള അംഗങ്ങളെ ചേർത്ത് 8ാം പ്രതിസ്ഥാനത്താണ് അവർ വരുന്നത്. പക്ഷെ ആരുടെയും പേരെടുത്ത് പറഞ്ഞിരുന്നില്ല, ഒരു മെമ്പറുടെയും പേരെടുത്ത് പറഞ്ഞിരുന്നില്ല. പത്മകുമാർ ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുമ്പേ സൂചിപ്പിച്ച ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെയും. അവരുടെ മൊഴി എടുക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വേണ്ടിയിട്ട് ചില ന്യായങ്ങൾ അവരുടെ മൊഴി എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അതിലേക്ക് നീങ്ങാത്തതെന്നാണ് അങ്ങയുടെ സംശയം? ഇതിപ്പോ പറഞ്ഞില്ലേ, നമ്മളിപ്പോ പത്മകുമാറിനെ CPM-ന്റെ പ്രമുഖ നേതാവും പിന്നെ ജില്ലാ കമ്മിറ്റി മെമ്പറും MLA-യും ആയിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ എത്രയോ താഴ്ന്ന സ്ഥാനമാണ് പാർട്ടിയിൽ വഹിക്കുന്ന ആളുകളാണ്. പിന്നെ ശങ്കരദാസ് മറ്റൊരു പാർട്ടിക്കാരനാണ്, ശ്രീ വിജയകുമാറൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളൊന്നും അല്ല, രാഷ്ട്രീയ സംഭവങ്ങളൊന്നും ആയിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള തെളിവുകൾ, തെളിവുകൾ കിട്ടണം. ഇവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കളവുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള കളവാണോ? അതേപോലെ തന്നെ ശങ്കരദാസിന് മറ്റൊരു പ്രിവിലേജും ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബ പശ്ചാത്തലം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം വല്ല പ്രിവിലേജ് ശങ്കരദാസിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വരും, കണക്ട് ചെയ്ത് മൊഴികൾ കൃത്യമായിട്ട് വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വലിയ താമസമില്ല ചോദ്യം ചെയ്യുന്ന വിധേയനാവുമെന്നാണ് എന്റെ ഒരു ഊഹം. ശരി, മടങ്ങിയെത്താം. ശ്രീ മഹേഷ് പണിക്കർ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? മുകളിലേക്ക് പോകുമോ അന്വേഷണം എന്ന് നമ്മൾ പല ദിവസങ്ങളായി ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ മുകളിലേക്ക് പോകാത്തതിനെ കുറിച്ച് കോടതി തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്ന വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നു. അങ്ങ് എന്താണ് കരുതുന്നത്? SIT ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണോ? എനിക്ക് തോന്നുന്നത് ശരിയായിട്ട് രീതിയിൽ തന്നെ പോകുന്നതെന്നാണ്. കാരണം അതിനകത്തൊരു കാര്യം പറഞ്ഞ, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ അവരുടെ റിപ്പോർട്ട് വരാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു എന്നാണ് എന്റെയും വിശ്വാസം. കാര്യം ഈ പങ്കജ് ഭണ്ഡാരി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിനകത്ത് ഒരു കീ എലമെന്റ്. അയാളെ പൊക്കി അയാളെ അറസ്റ്റ് ചെയ്താൽ, കാര്യം അയാൾക്കൊരു എന്താ പറയാ, ഈ സ്വർണം പൂശുന്ന പണിയല്ലാണ്ട് തന്നെ ഇവർക്കൊരു ആന്റി കച്ചവടത്തിന്റെ ഒരു സ്ഥാപനം കൂടെ ഉണ്ട്, ഒരു സഹോദര സ്ഥാപനം കൂടെ ഉണ്ട്. അപ്പൊ അതിൽ കൂടെ ആയിരിക്കാം ഇത് പോയിരിക്കാനുള്ള ഏറ്റവും വലിയൊരു റൂട്ട്. അതാണ് ഗോവർദ്ധനെയും അദ്ദേഹത്തെ കൂടെ ഒക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് അതിന്റെ ഈ സ്വർണത്തിന്റെ അംശങ്ങളൊക്കെ എത്രയുണ്ട്, അവർ പറഞ്ഞിരിക്കുന്ന 400 ഗ്രാം ഇതിനകത്തുണ്ടോ, 100 പവൻ റേഞ്ചിലുണ്ടോ എന്നൊക്കെയുള്ള ഒരു കാര്യത്തിന്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആയിരുന്നാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം വേറൊരു കാര്യങ്ങളുണ്ട്. ഈ പങ്കജ് ഭണ്ഡാരി തന്നെ 2019 ജൂൺ മാസം 15-ാം തീയതിയാണ് ഇവർ ഈ കട്ടളയുടെ പാളി അവിടുന്ന് പൂജിച്ചു കൊണ്ടുവരുന്നത്. അതായത് ജയറാമൊക്കെ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങുണ്ട്. ആ ചടങ്ങിനകത്ത് ഒരു പത്രസമ്മേളനത്തിന് ഇയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് ഇത് ശബരിമലയുടെ മേൽക്കൂര അയാൾ ചെയ്തതാണ്, അയാൾ എന്താ പറയാ, ഈ പറഞ്ഞ സ്വർണം 3 ഗ്രാം മതി ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ, 25 കൊല്ലം കഴിഞ്ഞാലും ഇത് ഇളക്കി എടുത്ത് തരാൻ പറ്റുന്നൊക്കെ അയാൾ വ്യക്തമായിട്ട് പറയുന്ന ഒരു നമ്മുടെ എല്ലാം സോഷ്യൽ ഇതിനകത്തുള്ളൊരു ഇതാണ്. അയാളുടെ ഒരു ജയറാമിന്റെ ഒരു പത്രസമ്മേളനമാണ് അത്. പക്ഷെ അതിനകത്ത് ജയറാം സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇയാളും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ വ്യക്തമാണ് ഇയാളാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവര് ഈ പറഞ്ഞ നമ്മുടെ ഈ വിജയമല്യയുടെ സ്വർണം അടിച്ചു മാറ്റിയ എപ്പിസോഡ് തന്നെ അല്ല. ഇതിനു മുമ്പും ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം ശബരിമലയിലെ മാളികപ്പുറത്തിന്റെ മണ്ഡപം ചെയ്തിട്ടുണ്ട്, അതിന്റെ പുറത്തെ മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ മണ്ഡപം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാം താഴെ കൊടുങ്ങി. ഇയാളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് പഴയ ഒരു പുരാതനമായ ക്ഷേത്രത്തിലെ പഴയ സ്വർണം പൂച്ചിട്ടുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുക, പകരം പുതിയത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം എന്ന് പറഞ്ഞ സാധനം. ഇപ്പോഴത്തെ ഈ പരിശോധന വരുമ്പോഴത്തേക്ക് ഇവരുടെ ഈ 100 പവൻ എന്ന് പറഞ്ഞ കേസൊക്കെ അങ്ങ് പോകും. ഇതിനകത്ത് 30 ഗ്രാമേ ഇതിനകത്ത് കാണാൻ സാധ്യതയുള്ളൂ. കാര്യം അത്രമാത്രമുള്ള ഒരു കൊള്ളയാണ് ഇവർ നടത്തുന്നത്. അപ്പം ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇതിന്റെ റൂട്ടിൽ തന്നെയാണ്. ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങനെ മൊഴി കൊടുത്ത പോലെ 500 കോടി 1000 കോടി എന്നുള്ള വ്യാപ്തിയിലേക്ക് ഇത് പോകണമെങ്കിൽ ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി തന്നല്ല. സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസപരമായിട്ട് ഏകദേശം 27-28 കൊല്ലം മുമ്പ് വിജയമല്യ സ്ഥാപിച്ച അതിനൊരു പൗരാണികതയൊന്നും പറയാൻ അവകാശപ്പെടാൻ പറ്റത്തില്ല. 30 കൊല്ലം മുമ്പുള്ള ഒരു സംഭവം.
അതിനകത്തെ സ്വർണമാണ്, അതുപോലെ തന്നെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടം ഈ പറഞ്ഞ പങ്കജ് ഭണ്ഡാരിയുടെ ബേസിലും ഗോവർദ്ധന്റെ ബേസിലും അത് നടന്നിട്ടുണ്ട്. യഥാർത്ഥ സ്വർണ്ണപ്പാളി ഇപ്പൊ അവരുടെ ബേസിൽ തന്നെ അവരാർക്കോ വിറ്റ് അതിന് പകരം ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്വർണ്ണമൊന്നും ആ സ്വർണ്ണമൊന്നും ഒരിക്കലും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം നടന്നിരിക്കുന്ന അതിന് മുമ്പുള്ള പീരീഡിൽ നമ്മുടെ വാജിവാഹനം, അതുപോലെ അഷ്ടദിക്പാലകര്, കൊടിമരം, 18-ാം പടി. പക്ഷെ 18-ാം പടിയൊക്കെ മാറ്റിയതിനകത്തൊക്കെ ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് അതും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവര് കുറെ നിരന്തരം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയ പിന്നെ തുടങ്ങിയിട്ടുള്ള നിരന്തരമായ ഒരു കൊള്ള, ആ കൊള്ളക്കകത്ത് ഈ 500 കോടി ആന്റിക് വാല്യൂ ഉള്ള സാധനങ്ങളാണ്. അതല്ല, യോഗദണ്ഡൊക്കെ ആന്റിക് വാല്യൂ ഉള്ളതാണ്. അപ്പം ഇതൊക്കെ വിറ്റിട്ടുണ്ട്. ഇപ്പൊ ഈ വക സാധനങ്ങളിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ളതിന്റെ ഉത്തമമായ തെളിവ് നമ്മളൊക്കെ ആദ്യമേ വിചാരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കാര്യം ഈ ഗോവർദ്ധന്റെ വീട്ടിലൊക്കെ പൂജ നടത്തിയിരിക്കുന്ന തന്ത്രിമാരും അവരുടെ നിരന്തര സന്ദർശകരായിട്ടുള്ള ആൾക്കാരും അവരുടെ എന്താ പറയാ ജ്വല്ലറിയൊക്കെ ഈ പറഞ്ഞ കൊള്ളപോലെ കൊണ്ടൊക്കെയുള്ള ജ്വല്ലറിയൊക്കെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നവരും അവിടെ താമസിക്കുകയും അവരുടെ വീട്ടുകളിൽ കുടുംബം പോലെ കഴിയുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിന്റെ മുമ്പിലേക്ക് വരാനുള്ള ഏറ്റവും ശക്തമായ ഒരു നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഇവരുടെ അറസ്റ്റാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഈ ശങ്കർദാസിനെയോ മറ്റവരെയൊക്കെ അതിന്റെ തലവൻ തന്നെ കൊള്ളസംഘത്തിന്റെ തലവൻ തന്നെ പത്മകുമാർ അകത്ത് കിടക്കുമ്പോൾ പിന്നെ അനുയായികൾ 1-2 പേരെയൊക്കെ കിട്ടിയാലും കിട്ടിയാലും ഇത്രയേ ഉള്ളൂ. കാര്യം അതായത് അവരെ പിടിക്കാമെങ്കിൽ പിന്നെ അവരെ പിടിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്. അപ്പൊ അവരെ പിടിച്ചില്ല എന്ന് പറയുന്നത് ഒരു വലിയ അപരാധമായിട്ടോ അല്ലെ വലിയൊരു പ്രശ്നമായിട്ടോ ഒന്നും എനിക്ക് കാണുന്നില്ല. കാര്യം അതിന്റെ സംഗീതത്തിന്റെ തലവനെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിനകത്തും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇത് ഇളക്കിയത് ആ ഒരു സാധനം ഇവരെല്ലാം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻ എന്തോ വളരെ ക്രെഡിബിലിറ്റി ഉള്ളൊരു സ്ഥാപനമാണ്, അത് വളരെ വിശ്വാസയോഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല തലത്തിലും പല നമ്മുടെ കേൾക്കുന്നതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. കാര്യം അത് ആ ഒരു രീതിയിലേക്കുള്ള അന്വേഷണം പോകേണ്ടതുകൊണ്ട് അതിന്റെ കാര്യം എന്തുകൊണ്ട് ഇപ്രാവശ്യം ഇളക്കി ഇവരെ കൊടുക്കാൻ പോയി, അവിടെ പോയിട്ട് ഇത് ഉരുകി കിടക്കുകയാണ്, മറ്റേത് കിടക്കുകയാണ്. കാര്യം ഇവർ ആദ്യം അഡ്വക്കറ്റിനെ കൊണ്ട് ഈ പങ്കജ് ഭണ്ഡാരി നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് പഴയ സാധനത്തിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ സാധനം തന്നെ ഇവര് പിന്നെ ചെയ്യുന്നു. അപ്പം ഇതിനകത്തൊക്കെ കുറെ ദുരൂഹതയുണ്ട്. അതൊക്കെ ഇപ്പം എന്തായാലും SIT ഇപ്പൊ ഈ ദുരൂഹതകളൊക്കെ മാറ്റി അവർക്ക് ഏകദേശം ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഈ ആന്റിക് വിൽപ്പനയും ഇതിന്റെ ഈ ഡിവൈൻ വാല്യൂ രീതിയിലുള്ള വിൽപ്പന, അങ്ങനെ 2-3 തലത്തിൽ സ്വർണ്ണമായിട്ട് വിറ്റിട്ടുള്ളതും. അപ്പം ഈ വക സാധനങ്ങളുടെ വിൽപ്പനയെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയിലും വ്യക്തമായ രീതിയിലും തന്നെയാണ് ഈ അന്വേഷണത്തെ നമ്മൾ കാര്യമായിട്ട് അതിന്റെ ആ ഒരു നീക്കുപോക്കുകളെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് പല അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ പാരഡിയുടെ പ്രശ്നങ്ങളുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അയ്യപ്പൻ കൊണ്ടുവരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാലേ പൊതുസമൂഹം കേരളം മൊത്തം ഇന്ന് പാടുന്ന അയ്യപ്പനെ കുറിച്ച് ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ഇനി വിശ്വാസം ഇല്ലാത്തവരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും പാടുന്ന ഒരു എന്താ പറയാ അയ്യപ്പനെ കുറിച്ചിട്ടാണ്. അപ്പം അതൊരു അയ്യപ്പ ചൈതന്യം അതിന്റെ പൂർണ്ണമായ രീതിയിലാണ്. നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ 15 ദിവസം 14 ദിവസത്തെ റിമാൻഡ് വന്നു, 16 ദിവസം പോയി കിടന്നു. അപ്പം പക്ഷേ അതേസമയം നമ്മുടെ സന്ദീപ് വാര്യർക്കൊക്കെ അതിനകത്ത് ജാമ്യം കിട്ടുകയും ചെയ്യുന്നു. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാനാണ്. അയ്യപ്പന്റെ മുതലുകെട്ട കംപ്ലീറ്റ് ആൾക്കാരെയും പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശരിക്കും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിന്റെ ഒരു കറക്റ്റ് പ്രകടമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ ദിവസത്തെ ഈ അറസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം അത് നമ്മുടെ ഈ യഥാർത്ഥ കാര്യത്തിലേക്ക് ഇത് എത്തിക്കാനായിട്ട് പറ്റും. ശരി. ഈ രാജു പി നായർ, ഇപ്പോൾ ഈ 3 പേരും സംസാരിച്ചതിൽ ഒരു കാര്യമുണ്ട്. ഈ SITയുടെ അന്വേഷണത്തിൽ ഇവരാരും അവിശ്വാസം പറയുന്നില്ല. SIT മുന്നോട്ട് പോവുകയാണ്. അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ TK രാജഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇവർ നേരത്തെ തന്നെ കസ്റ്റഡിയിലായിരുന്നു. അവരിൽ നിന്നും മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ആ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തല തന്നെ ചൂണ്ടിക്കാണിച്ച വൻ സ്രാവുകളിലേക്ക്, അതായത് രാജ്യത്തിന് പുറത്ത് ഉള്ള ഈ കച്ചവടത്തിന്റെ വലിയ വിവരങ്ങളിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള രാഷ്ട്രീയക്കാരിലേക്ക് എന്ന രൂപത്തിലേക്ക് കോൺഗ്രസ് അത് ചുരുക്കുകയാണോ എന്ന ചോദ്യവും നിങ്ങൾ നേരിടേണ്ടി വരും. ഇല്ല, ഞങ്ങളും SITയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്താ, മന്ദഗതി ഉണ്ടായിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും SITയെ ഞങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നില്ല, ഞങ്ങൾ അതിൽ വിശ്വാസം അർപ്പിക്കുകയാണെന്ന് തന്നെയല്ലേ പറഞ്ഞു. പക്ഷെ പ്രശ്നം നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ കുറേയധികം ഉണ്ട്. ഇപ്പൊ നോക്കൂ, അതിനു മുമ്പായിട്ട് ഞാൻ പറയട്ടെ, സ്മൃതി നേരത്തെ ജയിക്കിനോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു പ്രശ്നമാണ് ഇന്നത്തെ പ്രശ്നം, CPM പ്രശ്നം. ഇന്നത്തെ നിലപാട് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ നിലപാട് നാളെ പറയാൻ പറ്റില്ല. ഇന്നലെ പറഞ്ഞ നിലപാടല്ല ഇന്ന് പറയുന്നത്. എന്താ ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ ആദ്യം മൂലം ഇവരെടുത്തത്? ഇവർ പറഞ്ഞു അവിടെ ചെമ്പായിരുന്നില്ല എന്നാണ്, അല്ലേ? സ്വർണ്ണം അല്ലായിരുന്നു, ചെമ്പായിരുന്നു എന്നല്ലേ ഇവർ പറഞ്ഞത്. ഇപ്പോൾ പത്മകുമാറും വാസുവും എല്ലാം കോടതിയിൽ എടുക്കുന്ന ഡിഫൻസ് അല്ലേ ഇവർ ആദ്യം എടുത്തത്? അത് ചെമ്പായിരുന്നു, സ്വർണ്ണമായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അതിനുശേഷം എന്തൊക്കെ ഇവർ മലക്കം പറഞ്ഞു ഇതിനകത്ത്? ഉദ്യോഗസ്ഥർ മാത്രമുണ്ടായതാണ്,
ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തെ ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു. ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു CPMന്റെ നേതാവായിരുന്നതോടുകൂടി മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ പറഞ്ഞത് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം അത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് ഉൾപ്പെടെ ഉള്ള തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ചെയ്തതെന്നല്ലേ ജയിക്കിനെ പോലെയുള്ള CPMന്റെ പ്രതിനിധികൾ വന്ന് പറഞ്ഞതെല്ലാം. അത് കഴിഞ്ഞ് പിന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, ക്ഷമിക്കണം, അതിനു മുമ്പായിട്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ കൂടെയൊക്കെ സാധാരണ ഉദ്ധരിക്കാറുള്ള CPMന്റെ ഒരു നേതാവ് പറഞ്ഞത് എന്താ, ഈ ഇപ്പോ ജയിക്ക് വിശ്വാസമർപ്പിച്ച ആ വിചാരണ കോടതി അല്ല വിജിലൻസ് ദേവസ്വത്തിന് വിജിലൻസ് ബെഞ്ച് ഉണ്ടല്ലോ, ആ ബെഞ്ചിനെ കുറിച്ച് നമ്മുടെ ഞാൻ പേര് തന്നെ പറയാം, ശ്രീ അനിൽകുമാർ എന്താ പറഞ്ഞത്, കോടതി പരിധി വിട്ടു പോകുന്നു. ഇങ്ങനെയാണോ കോടതികൾ? കോടതിയാണോ അന്വേഷണം നടത്തേണ്ടത്? കോടതി പരിധി വിടുകയാണ് പറഞ്ഞല്ലേ അനിൽകുമാർ. അപ്പോൾ ഇന്നലെ പറഞ്ഞ നിലപാട് ജെയ്സി തോമസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇന്നില്ല, ഇന്ന് പറയുന്നതായിരിക്കില്ല നാളത്തെ നിലപാട്. ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഈ സൂചിപ്പിച്ച പോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതും അത് തന്നെയാണ്. ഇത് കേവലം ഇത്തരത്തിലുള്ള കച്ചവടക്കാർ കൊണ്ട് മാത്രം നടക്കുന്ന ഒന്നല്ല. ഒരുപക്ഷെ ദേവസ്വം ബോർഡ് ഇതിനകത്ത് ഈ രേഖകൾ ഈ മിനിറ്റുകൾ ഉൾപ്പെടെ അതിനകത്ത് കൃത്രിമം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, പത്മകുമാർ കൃത്രിമം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘത്തെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘത്തെ കൊണ്ടുവന്നുകൊണ്ട് നടത്തിയതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടിയെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ദേവസ്വം ബോർഡ് തന്നെ അതിനകത്ത് കൃത്യമായിട്ടുള്ള കൃത്രിമത്വം കാണിക്കുകയും ഹൈക്കോടതിയുടെ ഇവർ ജയിക്കാൻ അല്പം മുമ്പ് വിശ്വാസം അർപ്പിച്ച ദേവസ്വം വിജിലൻസ് കോടതി ഉണ്ടല്ലോ, ആ വിജിലൻസ് ദേവസ്വം കോടതി തന്നെ ബെഞ്ച് തന്നെ ഇവരെ കൃത്യമായിട്ട് 2019 മുതൽ 2025 വരെ തുടർച്ചയായി, അതിനകത്ത് സ്മൃതി മറക്കരുത്, അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് 2024 മണ്ഡലകാലത്തിന് മുമ്പ് ഇത് മങ്ങിയിട്ടുണ്ടെന്നും അത് കൊണ്ടുപോയി അടുത്ത ഈ മണ്ഡല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്തു തീർക്കണമെങ്കിൽ ചെന്നൈയിൽ കൊണ്ടുപോയാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സമീപിക്കുന്നുണ്ട്. അതിനുശേഷം അവർ അന്ന് ദേവസ്വം കമ്മീഷണർ അതിന് അനുമതി കൊടുക്കുന്നില്ല. അനുമതി കൊടുക്കാതെ ആ മണ്ഡല സീസൺ കഴിഞ്ഞു. ആ മണ്ഡല സീസൺ കഴിഞ്ഞിട്ട് ജനുവരി മുതൽ പിന്നീടുള്ള ഓഗസ്റ്റ് വരെ ഇവരൊന്നും ചെയ്യുന്നില്ല. വീണ്ടും ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ വീണ്ടും ഈ മണ്ഡലകാലത്തിന് മുമ്പ് ചെയ്യണം എന്നുള്ള അർജൻസി പറഞ്ഞു. കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ 2 തവണയും കാണിച്ച അർജൻസി അത് ശരിയാക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് ചട്ടങ്ങളെ മുഴുവൻ മറികടന്നുകൊണ്ട് ഇത് വീണ്ടും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നതിനായിരുന്നു. ഇതിൽ കൂടുതൽ കൃത്യമായിട്ട് എങ്ങനെയാണ് 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ഇതിനകത്തുള്ള ഗൂഢാലോചന കോടതിക്ക് പറയാൻ കഴിയുക? ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയമായ ചോദ്യം, ഇവിടെ ശ്രീ സഹപാനലിസ്റ്റ് ആയിട്ടുള്ള നിരീക്ഷകനും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ശില്പിയും എല്ലാം പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അവർക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല, രാഷ്ട്രീയ യുക്തി അവർക്ക് ഇതിനകത്ത് ആർഗ്യുമെന്റിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണെന്നുള്ളത് കൊണ്ടും ഞങ്ങൾ ഇതിനെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടും ഞങ്ങൾ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി വള്ളിപ്പുള്ളി വിടാതെ ഹൈക്കോടതി പലപ്പോഴായിട്ട് ഇറക്കിയ ഉത്തരവിൽ സ്ഥാപിച്ചിട്ടുള്ളതുകൊണ്ടും ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയമായ ചോദ്യം, 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 2 ദേവസ്വം മന്ത്രിമാരും അറിഞ്ഞുകൊണ്ടുള്ള കൊള്ള CPM അറിയാതെ നടക്കുമെന്ന് നമുക്ക് രാഷ്ട്രീയമായി വിശ്വസിക്കാൻ കഴിയില്ല. മാത്രമല്ല പത്മകുമാറിന്റെ മൊഴി, കടകംപള്ളി സുരേന്ദ്രനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത്. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇന്നലത്തെ ഒരു ചർച്ചയിൽ തന്നെ അതിന് മറ്റൊരു രീതിയിൽ വക്രീകരിക്കപ്പെടുകയും അതൊരു തർക്കമാവുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ജെയ്സി തോമസ് ഇന്ന് വീണ്ടും അത് പറയുകയാണ്, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഈ പറയുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ SITയോ അല്ലെങ്കിൽ ജെയ്സി തോമസിച്ചിട്ടുള്ള ബെഞ്ചോ ഏതെങ്കിലും ഒരാളെ ഇതിനകത്ത് പ്രതി ചേർക്കാനോ സംശയത്തിന്റെ നിഴലിലോ ഒരു പരാമർശമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് പറയുന്നത്? അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഒരു പാർട്ടിയിൽ പ്രതിസന്ധിയിലായ പോലെ ഇന്ന് മുഴുവൻ പ്രതിസന്ധിയിലായി നിൽക്കുമ്പോൾ നിങ്ങൾ മനുഷ്യനെ അപമാനിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം തട്ടിപ്പുകളായിട്ട് ഇറങ്ങുകയാണ് ചർച്ചയ്ക്ക്. സംഘടനയിൽപ്പെട്ട ആളാണെന്നാണ് CPM പറയുന്ന ഒരു ആരോപണം. ജയശ്രീ ജയശ്രീ ഇപ്പോൾ കേസിൽപ്പെട്ടിരിക്കുന്ന ജയശ്രീ എനിക്കറിയില്ല. പക്ഷെ മുരാരി ബാബു CAT കോൺഗ്രസ് അംഗമാണെന്ന് പറഞ്ഞിട്ട് അവസാനം പൊളിഞ്ഞ CATയുടെ അടുത്ത് തെളിവുണ്ടായിരുന്നു ഇല്ലേ? അതുകൂടാതെ മറ്റൊരു ആള് കഴിഞ്ഞ ദിവസം ശ്രീകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ ഇവരുടെ തന്നെ ഒരു ബൈജുവും തെളിഞ്ഞു അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ശ്രീകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ? അപ്പോഴത്തേക്ക് അതെന്താ പറഞ്ഞത്? VS ശിവകുമാറിന്റെ അനിയനാണെന്ന് പറഞ്ഞു ഇല്ലേ? അതും കള്ളത്തരമാണെന്ന് പൊളിഞ്ഞു. അപ്പോ ഇതൊക്കെ വളരെ കൃത്യമായിട്ട്
ഇവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം മാറ്റിവെക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ജെയ്സി തോമസിന്റെ സഹപ്രവർത്തകരല്ലേ ജയിലിൽ കിടക്കുന്നത്? ജെയ്സി തോമസിന്റെ ജില്ലയിലെ അങ്ങയുടെ നേതാവ്, അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ ജയിലിൽ കിടക്കുന്നത്? അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. 3 or 4 പ്രാവശ്യം ജാമ്യം കൊടുക്കാൻ നിഷേധിച്ച് റിമാൻഡ് നീട്ടി ജയിലിൽ കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരാണ്. അത് നിഷേധിക്കുക. എന്നിട്ട് പോയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാവട്ടെ അങ്ങ് ഡൽഹിയിലേക്ക് സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താണ് കെട്ടിക്കൊടുത്തതെന്നൊക്കെ വിശദമായ അന്വേഷണത്തിന് പോകുന്നത്. അങ്ങയുടെ സഹപ്രവർത്തകരാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ജയിലിനകത്ത് കിടക്കുന്നത്. അതെങ്കിലും അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ മാന്യത കാണിച്ചുകൊണ്ട് ജനങ്ങളോട് നിരുപാധികമായിട്ട് മാപ്പ് പറയും. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇന്ന് സ്വർണം കട്ടവൻ ആരപ്പാന്ന് വെച്ചാൽ സഖാക്കളാണ് അയ്യപ്പാന്ന് തിരിച്ചു പാടുക. ആ അവസ്ഥയിലെത്തി. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇന്ന് വീടുകളിൽ കളിക്കുന്നത് സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിക്കുമ്പോൾ സഖാക്കളാണ് അയ്യപ്പ എന്ന് 4ഉം 5ഉം വയസ്സുള്ള കുട്ടികൾ പറയുന്ന അവസ്ഥയെ ഈ പറയുന്ന ഈ CPM പ്രതിനിധികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവാത്ത ഇപ്പോൾ ഉള്ളൂ. അതാണ് സത്യാവസ്ഥ. ശരി, ജയ്ക്ക് മറുപടി നൽകണം ഇടവേളയ്ക്ക് ശേഷം. ജയ്ക്കിപ്പോൾ രാജു പി നായർക്ക് അംഗീക മറുപടി നൽകാം. അതോടൊപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനം വളരെ ആധികാരികമായ സ്ഥാപനമാണ്, നമ്മൾക്ക് ഒരുവിധ ആക്ഷേപവുമില്ല എന്ന് പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പോൾ ഒഴിഞ്ഞ പ്രസിഡന്റാണ് PS പ്രശാന്ത് ആണ് കേട്ടോ. അപ്പോൾ PS പ്രശാന്തിനെ കൂടി ചോദ്യം ചെയ്യണമെന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്ന ഒരു ഘട്ടം കൂടിയാണ്.
ഈ ഭണ്ഡാരിയെയൊക്കെ ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിലെ പങ്ക് ആരിലേക്കൊക്കെ എത്തുമെന്നതിന്റെ സൂചനയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണ്ടുകൂടെ? വളരെ ആധികാരികം വിശ്വാസ്യതയുള്ള കമ്പനി എന്ന് PS പ്രശാന്ത് പറഞ്ഞതിനോട് അങ്ങ് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും അതങ്ങയുടെ ചോദ്യത്തിന്റെ ഏറ്റവും അവസാന ഭാഗമാണല്ലോ. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ഈ കമ്പനിയെ സംബന്ധിച്ച് ആധികാരികതയുടെ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു. അതിനോടുള്ള എന്റെ പ്രതികരണം, ആ പ്രതികരണത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷെ തൊട്ടു മുമ്പ് ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെ നമ്മുടെ പല സഹപാനലിസ്റ്റുകളും അവരുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളും എന്നാൽ അല്പം സ്വല്പം രാഷ്ട്രീയം കലർന്നിട്ടുള്ള കാര്യങ്ങളും, കോൺഗ്രസിന്റെ പ്രതിനിധിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ അവസരങ്ങളിലും കോൺഗ്രസ് രാഷ്ട്രീയ ആഭിമുഖ്യത്താൽ അന്ധത ബാധിച്ച ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ വരാറുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ നിലവാരത്തിൽ അദ്ദേഹം നിറഞ്ഞു നിന്ന് അദ്ദേഹം പ്രതികരിക്കുകയാണ്. എനിക്ക് അത്തരം പ്രതികരണങ്ങളോടൊരു അത്ഭുതവുമില്ല, വിയോജിപ്പുമില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ അവകാശമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളോട് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങളെങ്കിലും മറുപടി പറയാനും പ്രതികരണം നടത്താനുമുള്ള അവകാശവും അതിനുള്ള അവസരവും ഞങ്ങൾക്ക് തടയേണ്ടതില്ലേ? അതൊരു ചർച്ചയിൽ വന്നിരിക്കുന്ന ആൾക്ക് മാന്യമായി ലഭിക്കേണ്ട അവകാശമാണ്. ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നില്ല. അദ്ദേഹം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? അദ്ദേഹം പറയുന്നു എന്റെ ഏതോ സഹപ്രവർത്തകനും. എനിക്ക് മനസ്സിലായിട്ടില്ല, ആങ്കർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്റെ ജില്ലയിൽ എന്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കേസിൽ പ്രതികളായി ഇന്ന് ജയിലിൽ കിടക്കുന്നുള്ളതെന്ന്? അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത്? എനിക്കോ ആങ്കർക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആങ്കറോട് ചോദിക്കുകയാണ്, അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത്? അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഇല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സംഘടിതമായി ചോദിക്കാം. എനിക്കും അങ്ങേക്കും മനസ്സിലായിട്ടില്ല, അങ്ങ് കോൺഗ്രസ് നേതാവ് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം പറയട്ടെ. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി ഇത്തരം സംവാദങ്ങളിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഒരു നിലപാടുണ്ടോ? ഇവർക്ക് ഓരോ ദിവസവും ഓരോ നിലപാടല്ലേ? ഇവർക്ക് അതല്ലേ പറയാൻ കഴിയൂ എന്നുള്ളത്. ഞാൻ നിലപാടുധാരകളിൽ രാജകുമാരന്മാരായി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ കേസിന് തുടർച്ചയിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിലപാടുകൾ, ഓരോ ദിവസത്തെയും ഓരോ നിലപാടുകൾ അക്കമിട്ട് ഞാൻ അങ്ങോട്ട് പറയട്ടെ. അങ്ങേക്ക് എന്തായിരിക്കും അക്കാര്യങ്ങളിലെ ഒരു പ്രതികരണം? നിലപാട് തറകളുടെ രാജാവായിട്ടുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ കേസിൽ കേരളത്തിലെ പോലീസ് സംഘത്താൽ നയിക്കപ്പെടുന്ന SITയുടെ അന്വേഷണത്തെയാണോ ആവശ്യപ്പെട്ടത്? അതിനെയാണോ ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുന്നത്? ഡേർട്ടി പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്ത ഉലകം ചുറ്റാൻ പോയിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ CBIയെ വിളിച്ചുകൊണ്ട് വരണം ഈ കേസ് അന്വേഷിക്കാനും പറഞ്ഞതാരാണ്? കേരളത്തിലെ നിലപാടുകളുടെ രാജാവായിട്ടുള്ള പൊന്നുതമ്പുരാൻ പ്രതിപക്ഷ നേതാവാണ്. ഏത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. എന്നിട്ട് മുൻ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്തായിരുന്നു? റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിമാരെ കൊണ്ടുവന്ന് അന്വേഷിക്കണമെന്നുള്ളത്. അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ അനൌദ്യോഗികവും ഔദ്യോഗികവും അതൊക്കെ അവർ പറയട്ടെ, ഞാൻ തീരുമാനിക്കുന്നില്ല. പ്രതിപക്ഷ ധാരയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കന്മാർക്ക് പോലും ഇക്കാര്യത്തിൽ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് രാഹുൽ ഗാന്ധിയും AICCയും തള്ളിക്കളഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ പ്രവർത്തക കേന്ദ്രം എന്ന് പറഞ്ഞ CBI വേണം കേരളത്തിൽ വന്ന് ഈ കേസ് അന്വേഷിക്കാൻ. അതായിരുന്നു രാജാവായിട്ടുള്ള നമ്മുടെ കേരള പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. മറ്റൊരു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഇത് അവിടെ നിന്നുള്ള റിട്ടയർ ജഡ്ജിമാർ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു. ഒടുവിൽ എന്താ നടപ്പിലാക്കപ്പെട്ടതോട് ഇപ്പൊ ഇവരുടെ സമീപനം എന്താണ്? അപ്പോ ആ നിലപാടുകളുടെ സ്ഥൈര്യതയ്ക്കുള്ള പത്രം അങ്ങയുടെ കൈവശം തന്നെ ഇരിക്കട്ടെ ബഹുമാനിയായ കോൺഗ്രസ് നേതാവേ. പിന്നെ അതിനുശേഷമോ ഈ വിൽപ്പന നടന്നത് കേരളത്തിന്റെ മുൻ ദേവസ്വം മന്ത്രി സഖാവ് കടകംപള്ളി അറിഞ്ഞുകൊണ്ടാണ് എന്ന കനഗംഭീരമായ പ്രഖ്യാപനം നടത്തിയില്ലേ? കേരളത്തിന്റെ നിലപാടുകളുടെ രാജാവായിട്ടുള്ള ചെറിയ നേതാവല്ലല്ലോ, നമ്മുടെ പ്രധാന നേതാവായിട്ടുള്ള കേരളത്തിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ശ്രീ VD സതീശൻ. എന്നിട്ട് ആ പ്രസ്താവനയെ സംബന്ധിച്ച് കേസ് കൊടുത്തില്ലേ? ആങ്കർക്കറിയില്ലേ? ആ കേസിൽ ഓരോ ദിവസവും കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ്, നിലപാടുകളുടെ രാജാവ് ഓരോ ദിവസവും കോടതിയിൽ ഹാജരായിട്ട് പറയുന്ന എന്താണ്? അത് ഇപ്പൊ തെളിവ് ചോദിക്കില്ല, ഒരു 5 ദിവസം കഴിയട്ടെ. അപ്പൊ 5 ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ സിറ്റിംഗിൽ വന്നപ്പോഴോ അത് ഇപ്പൊ തെളിവ് ചോദിക്കില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. എന്തുകൊണ്ടാണ്? തെളിവ് കൊടുക്കാം എന്ന് പറഞ്ഞ് കോടതിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെളിവുകാരനും പ്രഖ്യാപനവും നടത്തിയ ആളുടെ ചെറിയ ശിക്ഷനാണ് ഈ ചർച്ചയിൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾക്കൊക്കെ ഓരോ ദിവസവും നിലപാടല്ലേ? ഓരോ ദിവസം കോടതി അത് ചോദിക്കുന്നുണ്ടോ? അങ്ങനെയാണോ? 2 കോടിയുടെ മാനനഷ്ട കേസ് എന്ന് പറഞ്ഞിട്ട് അത് 10 ലക്ഷമാക്കി ചുരുക്കിയത് എന്താ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. 2 കോടിയുടെ മാനനഷ്ട കേസ് പിന്നെ എങ്ങനെ 10 ലക്ഷമായി ചുരുങ്ങി? ഇനി കുറയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചതാണ്. തിരുവനന്തപുരത്തെ കോടതി തർക്കമില്ല. അങ്ങ് കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അങ്ങ് ഇടപെട്ട് കണ്ടില്ല. കാരണം എന്താണ്? അങ്ങേക്ക് അതിനോട് വിയോജിപ്പില്ല. ഞാനൊരു ചോദ്യം ചോദിക്കല്ലേ ജയിക്ക്, എന്തൊരു കഷ്ടമാണിത്. പക്ഷേ ഞാൻ കേട്ട കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കല്ലേ? ആ ചോദ്യം മറ്റേതിലും എനിക്ക് ചോദിക്കാനുണ്ട്. ഈ CBI പറയുമ്പോൾ നിങ്ങൾ സോളാർ കേസിലും CBIക്ക് വിടുകയായിരുന്നല്ലോ. എന്തൊക്കെ വൃത്തികെട്ട ഏജൻസി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഏജൻസിക്ക് നിങ്ങൾ വിട്ടല്ലോ. അത് അതാണ് ആവശ്യം. മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ല
ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് ദയവ് ചെയ്ത് ഇത്തരത്തിൽ ചോദ്യം ചോദിച്ച് കോൺഗ്രസ്സുകാരനോട് ചോദ്യം ചോദിക്കാതിരിക്കുകയും ഇടതുപക്ഷക്കാരോട് മാത്രം അങ്ങേക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ചോദിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് നിരന്തരം ഇടപെട്ട് ചോദ്യം ചോദിച്ച് മറുപടി പറയാൻ അവസരം തരാതിരിക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാട് അങ്ങേക്ക് സ്ഥിരമുള്ളതാണ്. പക്ഷേ ആ ഏർപ്പാടിന് വന്ന് ഇരുന്ന് തരാൻ അങ്ങ് ദയവ് ചെയ്ത് ഞങ്ങളെ നിർബന്ധിക്കരുത്. ഞങ്ങൾ ആരും അങ്ങേക്ക് പത്രം അങ്ങോട്ട് ആവശ്യപ്പെട്ട് എഴുതി തന്നിട്ട് ഞങ്ങളെ ഈ രാത്രി ചർച്ചയ്ക്കൊന്ന് വിളിച്ചിരുത്തണം അങ്ങനെ ആവശ്യപ്പെട്ട് വരുന്നതല്ലല്ലോ. അങ്ങയുടെ ചാനലിൽ നിന്നും ആവശ്യം ഇങ്ങോട്ട് വന്നത് പ്രകാരം സ്വീകരിച്ച് വന്നിരിക്കുന്നവരല്ലേ. അവരോട് അങ്ങ് മര്യാദകേട് കാണിക്കരുതെന്നാണ് പറഞ്ഞത്. അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അങ്ങേക്ക് ഈ പ്രതിപക്ഷ നേതാവിനെതിരെ കൊടുത്തപ്പെട്ട മാനനഷ്ട കേസിൽ 1-2 ചോദ്യങ്ങൾ അങ്ങ് കേട്ടിട്ടുള്ളൂ. ആ കേസ് 3 തവണ മാറ്റിവെച്ചു. കോടതിയുടെ സിറ്റിംഗ് ജഡ്ജി ചോദിച്ചു, എവിടെ തെളിവ്? അങ്ങ് ആ ചോദ്യം കേട്ടില്ല. എവിടെ തെളിവ്? രണ്ടാമത് ചോദിച്ചു, അങ്ങ് ആ ചോദ്യം കേൾക്കില്ല. അങ്ങേക്ക് കോടതിയുടെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ചോദ്യങ്ങൾ മാത്രം, തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അടുത്തയാഴ്ച എന്ന് ഹിറ്റ്ലർ സിനിമയിൽ ജഗദീഷ് പറയുന്നത് പോലെ പറയുമ്പോൾ ആ ചോദ്യവും ആ മറുപടിയും അങ്ങയുടെ പ്രസിദ്ധമായ കണ്ണുകൾ എന്തുകൊണ്ട് ഇടം പിടിക്കുന്നില്ല? എനിക്ക് ആശങ്കയുണ്ട്, എനിക്ക് സംശയമുണ്ട്. സൗകര്യം കിട്ടുമ്പോൾ അങ്ങ് ആ കോടതിയിൽ പോയി ഈ ജഡ്ജിയുടെ പ്രതികരണങ്ങൾ കൂടെ ചോദിക്കണം. കേരളത്തിന്റെ നിലപാടുകളുടെ രാജാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഈ കേരളത്തിന്റെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിക്കെതിരെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം പറഞ്ഞിട്ട് അതിന് തെളിവ് കോടതി ചോദിക്കുമ്പോ അടുത്ത ആഴ്ച ആ ചോദ്യവും ആ പ്രതികരണവും അങ്ങ് കാണില്ല. അങ്ങയുടെ കാഴ്ച സവിശേഷകരമാണ്. അങ്ങയുടെ കാഴ്ച അഭിമാനകരമായ വിധം അങ്ങ് തുടരേണ്ടതാണ്. സവിശേഷമായ ഈ കാഴ്ചയിൽ നമ്മളിപ്പോൾ കാണുന്നത് ഹൈക്കോടതിയുടെ വിമർശനമാണല്ലോ ജേക്ക്. സവിശേഷമായ ഈ കാഴ്ചയിൽ നമ്മൾ കാണുന്നത് ജയിലിനകത്ത് കിടക്കുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ. ആ സവിശേഷമായ കാഴ്ച തുടരുകയാണല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ഇന്നും തുടരുകയാണല്ലോ. ഈ ദിവസവും തുടരുകയാണല്ലോ. സമയമായിട്ടില്ല, മുഹൂർത്തമായിട്ടില്ല എന്നതാണോ? അങ്ങേക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ചോദ്യങ്ങൾ നല്ലതാണ്. ഞാനതിന് മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം. അപ്പൊ കോൺഗ്രസ് നേതാവിന്റെ CBI സംബന്ധിച്ചുള്ള നിലപാട്, നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള നിലപാട്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് തെളിവ് എവിടെ എന്ന് ചോദിച്ചിട്ട് 3 തവണ കൈമലർത്തി കാണിച്ച്, ഏത് ഹൈക്കോടതിയുടെ 6 മാസങ്ങൾക്ക് പുറകിലുള്ള പ്രസിദ്ധമായ നിരീക്ഷണം ഉണ്ടല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച്, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടാൻ സ്വാഭാവികമായി സാധ്യതയില്ല. ദിസ് ഇസ് നോട്ട് പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ, ദിസ് ഇസ് പബ്ലിസിറ്റി. പബ്ലിസിറ്റി ലക്ഷ്യമാക്കിയുള്ള ഹർജിയാണ്. അപ്പൊ ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാടുകളുടെ കനം, നിലപാടുകളുടെ രാജാവായിരിക്കാനുള്ള യോഗ്യത ഞങ്ങളാലല്ല, വിവിധ കോടതി ജഡ്ജിമാരാൽ തന്നെ അംഗീകാരത്തിന്റെ താമരപത്രം കിട്ടിയിട്ടുള്ളതാണ്. ആ താമരപത്രം വാങ്ങി ചൊക്കത്ത് വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ ചെറിയ അനുചരനായിട്ടുള്ള കോൺഗ്രസ് നേതാവും നമ്മുടെ ചർച്ചയിൽ വന്നിരുന്നിട്ട് നിലപാടുകളൊക്കെ ഒരു സ്ഥൈര്യത വേണ്ടേ എന്ന് എന്നോട് ചോദിക്കുന്നത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താണ്? ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും പാട്ടുപാടി നടക്കുകയാണെന്ന്. അല്ലെ? ഞാൻ തിരിച്ചേ ആ പാട്ടിന്റെ വരികളെ കുറിച്ച് ഞാൻ തിരികെ ചോദിച്ചുള്ളൂ. അങ്ങയുടെ 10 ജൻപതിൽ കയറി ഈ അമ്പലം വിഴുങ്ങിയുമായി കയറിപ്പോകാനുള്ള ബന്ധം പത്തനംതിട്ട MP ആന്റോ ആന്റണിക്ക് എന്താണ്? UDFന്റെ കൺവീനർ അടൂർ പ്രകാശിന് എന്താണ്? സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ അമ്പലം വിഴുങ്ങി 10 ജൻപതിൽ പോയി കയറി കെട്ടിക്കൊടുത്ത ബ്രേസ്ലെറ്റ് ആണോ? അതിൽ സ്വർണമുണ്ടായിരുന്നോ അതോ അതിൽ ചരടായിരുന്നോ? മാറിയ ഉപകാരങ്ങൾ എന്താണ്? സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഈ അമ്പലം വിഴുങ്ങിയിൽ നിന്ന് 10 ജൻപതിനെ അടച്ചിട്ട മുറിയിൽ സ്വീകരിച്ച ഉപകാരത്തിന്റെ കനമെന്താണ്? അതും നാട്ടിലെ കുട്ടികൾ പാട്ടുപാടി നടക്കുന്നുണ്ട്. പിന്നെ തട്ടിപ്പ്, വയനാട്ടിലെ വീടുകളുടെ തട്ടിപ്പ് കൊണ്ടുണ്ടാക്കിയ പണം എവിടെ പോയി? ശരി, ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിലപാടുകളുടെ കാര്യം പറയുമ്പോഴേ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നതിന് സാങ്കത്യമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഈ പാരഡിയുമായി ബന്ധപ്പെട്ട് അത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. രാജു എബ്രഹാമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തത്. എന്നിട്ട് ഇന്നേക്ക് എന്താണ് പറയുന്നത്? എന്ത് പരാതി വന്നാലും മേലേക്ക് വിടണ, അത് അപ്പം തന്നെ കളഞ്ഞേക്കാനാ പറഞ്ഞത്, കയ്യോടെ എടുത്ത് കളയാനാ പറഞ്ഞത്. ADGP ഞങ്ങൾ ആരെങ്കിലും ആണോ? പാട്ടിനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലപാട് അറിഞ്ഞേ? കേസിനാസ്പദമായ സംഭവം ചർച്ച ചെയ്തു. കേസിനാസ്പദമായ സംഭവം ചർച്ച ചെയ്ത് എപ്പോഴാണ്? പാർട്ടി തന്നെ അതിലൊരു നിലപാടെടുത്തപ്പോഴാണ്, പാർട്ടി നേതാക്കൾ തന്നെ അതിൽ പ്രതികരിച്ചപ്പോഴാണ്, പാർട്ടി നേതാക്കൾ നിലപാട് പറഞ്ഞപ്പോഴാണ്. ജയ്, അങ്ങ് ഇത്രയുള്ളൂ എന്റെ ചോദ്യം. അങ്ങ് പറഞ്ഞ പിൻവലിക്കപ്പെട്ട കേസുകളെ സംബന്ധിച്ചുള്ളല്ലോ, ആ പിൻവലിക്കപ്പെട്ട കേസിനെ സംബന്ധിച്ച് പരാതി കൊടുത്തത് ആരാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആയിരുന്നോ അതോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നോ? ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തത് ആത്മീയത പരാതി കൊടുക്കാൻ രാജു എബ്രഹാം പുറപ്പെട്ടിരുന്നു. പാതി വഴിയിൽ തിരിച്ചു വിളിച്ചോ? നിങ്ങൾ അന്വേഷിച്ചാൽ മതി.
കേട്ടോ. തിരിച്ചെത്താം. രാജു പി നായർ മറുപടി നൽകണം ജയ്ക്ക് ചോദിച്ച ചോദ്യത്തിന്. അപ്പൊ ഇടവേളയ്ക്ക് അങ്ങേക്ക് ശേഷം അതാണ് പ്രശ്നം. അല്ല, അങ്ങേക്ക് തിരിച്ചെത്താം. എങ്ങനെയെങ്കിലും ഈ ആത്മീയ സംഘടന കൊടുത്ത പരാതി അങ്ങയുടെ കണ്ണിൽ പെടില്ല. ആത്മീയ സംഘടനയുടെ സെക്രട്ടറി പറഞ്ഞ പ്രതികരണം അങ്ങയുടെ കണ്ണിൽ പെടില്ല. ആത്മീയ സംഘടനയൊന്നുമല്ല, പാദസംരക്ഷണമാണ്. തിരിച്ചെത്താം. എന്ന് അങ്ങ് വ്യാഖ്യാനിക്കുന്ന ഒരു സംഭവവികാസം മാത്രമാണ് അങ്ങയുടെ ശ്രദ്ധയിൽ. ശ്രീ രാജു പി നായർ, അങ്ങേക്ക് ജയ്ക്കിന് മറുപടി നൽകാം. പ്രതിപക്ഷ നേതാവ് കോടതിയിൽ മാറ്റി മാറ്റി പറയുന്നു എന്നുള്ളതാണ്. കോടതിയിൽ പോയിട്ട് എന്നെ സ്വർണം കെട്ടവനൊന്നും വിളിക്കാതിരിക്കുമെന്ന് ദയനീയമായി പറഞ്ഞ ആളുടെ പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ, ഇല്ലേ? കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷം പുറത്തു നിന്നിട്ട് കോടതിക്ക് പുറത്തുണ്ട് തെളിവാണ് വെല്ലുവിളിച്ച് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുത്തതിന് ദയനീയമായി കരഞ്ഞെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞു നടക്കുക. മിസ്റ്റർ ജയ്ക്ക് അല്ല, അതാ പറഞ്ഞത്. അങ്ങ് ഇനിയെങ്കിലും ഒരു മര്യാദ കാണിക്കും, മാന്യത കാണിക്കും. ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചോട്ടെ, എനിക്ക് മറുപടി പറയാം, സമയം തരൂ. മനസ്സിലായില്ലേ? എന്തായാലും കേസ് കൊടുത്തപ്പോ 1,80,00,000 മാനം പോയവരാണ്. കേസ് കൊടുത്തപ്പോ 1,80,00,000 അത് പൊട്ടത്തരമാണെന്ന് അങ്ങ് രാഷ്ട്രീയം വെച്ചിട്ടാണ് പറയുന്നത്. വന്നിട്ട് പറയാമോ? അനിൽകുമാറിന്റെ പറഞ്ഞാൽ മതി. ഇന്നത്തെ അഭിപ്രായം പറയുമ്പോൾ അത് മര്യാദയാണോ? അല്പമെങ്കിലും എയർപോർട്ടിൽ വിള ചോദിച്ച പൊട്ടരാവല്ലേ? അല്ലെ, സ്വന്തം നേതാവ് അദാനിയായിട്ട് കച്ചവടം നടത്തുമ്പോ ആ തിരുവനന്തപുരം എയർപോർട്ട് വിള ചോദിച്ച എനിക്ക് അത്ര പറയാനുള്ളൂ. അദ്ദേഹം വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ്. പറയുന്നത് കോൺഗ്രസ്സുകാരനായ നിലപാടില്ലായ്മ എന്ന് പറയുന്ന ഇതാണ്. എന്തൊരു മോശമാണ് ഈ കാര്യങ്ങൾക്കകത്ത് അല്പം മര്യാദ കാണിക്കാം. അങ്ങ് വിളിച്ചു വരുത്തിയ ചർച്ചയിലും പറയാൻ പാടില്ല. അങ്ങയുടെ സവിശേഷ കാഴ്ചയിൽ പെടില്ലേ? അത് പറഞ്ഞ ശേഷം മറുപടി പറയട്ടെ. കേട്ടല്ലോ? അല്ല, അതാ പറഞ്ഞത്. ജനങ്ങളുമായിട്ട് പറയാൻ പാടില്ല. തട്ടിപ്പിന് ആധികാരികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത് പിണറായി വിജയൻ സംഘവുമായിട്ട് 100 കണക്കിന് കോടി രൂപയുടെ കച്ചവടം ഉറപ്പിക്കുന്ന മനോഭാവം അല്ലേ ഇവർക്ക് രണ്ടുപേർക്കുള്ളത്? ഇല്ലേ? 100 കണക്കിന് കോടി രൂപയുടെ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ കയ്യിൽ കാണുന്നത് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ള സംശയം. പിന്നെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കോടതി SIT രൂപപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, കോടതി SIT രൂപപ്പെടുത്തി അന്വേഷണം നടക്കട്ടെ, ഇല്ലേ? ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ അകത്ത് കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ? അങ്ങയുടെ സഹപ്രവർത്തകർ 2 പേരല്ലേ? 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായാൽ, 1 പ്രാവശ്യം MLA ആയാൽ അല്ലേ അകത്ത് കിടക്കുന്നത്? CITയുടെ നേതാക്കന്മാരല്ലേ അകത്ത് കിടക്കുന്നത്? സാധനം വീടിനായാലും പോയിട്ടുണ്ടോ? ഉളുപ്പെന്ന് പറയുന്ന സാധനം പോയിട്ടുണ്ടോ? അല്ല, സത്യമല്ലേ? അങ്ങയുടെ പത്മകുമാർ നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ? അല്ലേ? ജെക്സി തോമസ് പറ. മര്യാദകേട് വിളിച്ചു പറയുന്ന ഒരാളെ കോൺഗ്രസ് ആണ് എന്ന ഒറ്റ കാരണത്താൽ ഇരുത്തി വിളിപ്പിക്കാൻ അങ്ങേക്ക് അങ്ങേക്ക് ഉളുപ്പിലെ തുടങ്ങിയ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോക്കൂ, ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇതിലൊരു വാക്കിൽ പിടിച്ചുകൊണ്ട് അതിൽ തൂങ്ങി ചർച്ച ബഹളത്തിൽ അവസാനിപ്പിക്കുന്ന നല്ല തന്ത്രമാണ്. ആ തന്ത്രമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൃത്യമായി ലഭിച്ചോ എന്നൊരു ചർച്ച അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിരുത്തി ആലോചിക്കാം. തിരുവനന്തപുരം എയർപോർട്ടിന് വില ചോദിച്ചതാണോ? എയർപോർട്ട് വില ചോദിച്ചതാണോ? ഞാൻ ചോദിക്കുന്നുള്ളൂ. ശരി.
അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ചതാണോ സർക്കാർ? കോൺഗ്രസ് നേതാവിന്റെ നിലപാട് കുറഞ്ഞ വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ആളുകൾ കാണും. അങ്ങ് നിലപാടിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ശരി നമ്മൾ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ നിലപാടിനെ ചോദിച്ചാണ്. അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ച ആളല്ലേ അങ്ങ്? ശരി, സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി ജേക്സി തോമസ്, രാജു പി നായർ, ടി കെ രാജഗോപാൽ, മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.